കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ രാസലഹരി ഉപയോഗിക്കുന്നതിന്റെയും ലഹരി ചോക്ലേറ്റ് തയ്യാറാക്കുന്നതിന്റെയും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. പെൺകുട്ടികൾ അടങ്ങുന്ന സംഘം ലഹരി മരുന്ന് ചേർത്ത ചോക്ലേറ്റ് കൈമാറുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളെ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് കെണിയിൽ വീഴ്ത്തുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അതും സ്കൂൾ കുട്ടികളാണ് ലഹരി ഉപയോഗിക്കുന്നത്. ഇവർ ഏത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിക്കുന്നത്? ഇത് കൊച്ചിയുടെ ഏത് ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്ന വീഡിയോയാണ്? എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള വിവരങ്ങൾ സഹിൻ? ലക്ഷ്മി, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരമനുസരിച്ച് 11ാം ക്ലാസ്സുകാരനും ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ, അതായത് ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അത് ഒരു കൂട്ടായ്മ ഇവരുണ്ടാക്കി, വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. പണി എന്നാണ് ഈ കൂട്ടായ്മയുടെ പേര്. ഇതിൽ പെൺകുട്ടികളെ അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്നതിൻ്റെയും ലഹരി ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ കൂട്ടമായി ചേരുന്നതിൻ്റെയും എല്ലാം ദൃശ്യങ്ങളും ഈ കൂട്ടായ്മയിൽ അവർ തന്നെ എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇതിലുണ്ടായിരുന്നത്. എന്തായാലും അതിൽ നിന്നും പുറത്തു വന്ന ദൃശ്യങ്ങളാണ് നമ്മൾക്കും ലഭിച്ചിരിക്കുന്നത്. ഈ പണി എന്ന് പറയുന്ന കൂട്ടായ്മയിൽ 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഓരോ വിദ്യാർത്ഥിയെയും ഇതിലേക്ക് കൊണ്ടുവരുന്നതിനൊരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. പല പുതുവഴികളാണ് വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി തേടിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും സിന്തറ്റിക് ഡ്രഗുകൾ, കെമിക്കൽ ഡ്രഗുകളാണ് ഏറെയും വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത്. MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഈ പുകയ്ക്കുന്ന രീതി, അതായത് മുൻപെല്ലാം മറ്റു രീതികളായിരുന്നു, സിഗരറ്റ് പേപ്പറായിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ വീര്യം കൂടുന്നതിന് വേണ്ടി ഗ്ലാസ് ചില്ല് ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ വീര്യം പെട്ടെന്ന് തലയിലേക്ക് പിടിക്കും. അതുതന്നെയാണ് ഈ വിദ്യാർത്ഥികൾ സംസാരിക്കുമ്പോഴും അവർ പറയുന്നുണ്ട്. പുകയ്ക്കുമ്പോൾ വെള്ളമൊഴിച്ച് പുകച്ചു കഴിഞ്ഞാൽ അത് തലയിലേക്ക് പെട്ടെന്ന് പിടിക്കും. തലയിൽ പിടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഇവർ പറയുന്നത് വലിച്ചോളൂ എന്ന് നിർബന്ധിക്കുകയാണ്. അങ്ങനെ പുതുതായി വരുന്ന വിദ്യാർത്ഥികളെല്ലാം ഈ സംഘത്തിൽ ചേർത്ത് കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി മരുന്ന്, സിന്തറ്റിക് ഡ്രഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. മാത്രമല്ല, പെൺകുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ചോക്ലേറ്റ് ലഹരി ചേർക്കുകയാണ്. അതായത് ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്നാൽ അതിലേക്ക് ലഹരി ചേർത്തിട്ടായിരിക്കും പിന്നീട് ഇത് പെൺകുട്ടികൾക്ക് കൊടുക്കുക. അങ്ങനെ ആ പെൺകുട്ടികളെ കൂടി ഇതിൻ്റെ കണ്ണിയാക്കി മാറ്റുകയാണ്. സമ്മാനമായിട്ടാണ് ആദ്യം ഈ ചോക്ലേറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ സംശയിക്കില്ല, ഈ ചോക്ലേറ്റ് കഴിച്ചാൽ പിന്നീട് ഇതിൻ്റെ ഒരു ഭാഗമായി മാറേണ്ടി വരും ഈ കുട്ടികൾ എന്നുള്ളതാണ്. എന്തായാലും സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ ലഹരി മരുന്ന് ചോക്ലേറ്റിൽ ചേർക്കുകയും ചെയ്യുന്നത്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. കൂടുതലും 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഭാഗമായി മാറുന്നു. പെൺകുട്ടികളെ ഈ വലയിലേക്ക് കൊണ്ടുവരുന്നു. മറ്റ് രീതികളിലേക്ക് ഈ പെൺകുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നു. പല രീതികളും ശാരീരികമായി പല പെൺകുട്ടികളും ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ചും 10 മുതൽ 12ാം ക്ലാസ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന ആൺകുട്ടികളാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്നത്. ഇതൊരു വലിയ സിൻഡിക്കേറ്റായി മാറുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കൊച്ചിയിൽ നിന്നും വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസ് അവരുടെ നിരീക്ഷണം ശക്തമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ വിദ്യാർത്ഥികളിൽ, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ഉപയോഗം കാര്യമായി തന്നെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്